1894 കാലഘട്ടത്തിൽ സർ ഹെൻറി എന്നൊരു ബ്രിട്ടീഷ് പൗരൻ മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളിലെ മാനേജരായി ജോലി ചെയ്തിരുന്നു. 1894 നവംബർ മാസത്തിൽ മേഡം എലേനർ ഇസബെലിനെ വിവാഹം കഴിക്കുകയും അവർ ഒരുമിച്ച് മൂന്നാറിലേക്ക് വരികയും ചെയ്തു. അവരുടെ ആഗ്രഹപ്രകാരം ശവസംസ്കാരം മൂന്നാറിൽ നടത്തി. 126 വർഷങ്ങളോളം പഴക്കമുള്ള ആ കല്ലറയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കാണുന്നത് ഒരു പേഴ്സണേജാണ്, അതായത് അച്ഛന്മാർ വസിക്കുന്ന സ്ഥലം. ഒരുപാട് പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്, കണ്ടാൽ തന്നെ അറിയാം. ബിജി എന്നെ കാത്തു നിൽപ്പുണ്ട്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. എന്നെ മാളി പലപ്രാവശ്യം വിളിച്ചിരുന്നു, പക്ഷേ ഞാൻ ആ കെട്ടിടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. ഇനി ഒരുപാട് മുകളിലേക്ക് കയറാനുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് എലേനർ ഇസബെലിൻ്റെ കല്ലറ കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഈ കല്ലറയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എലേനറിൻ്റെ കല്ലറ പണിത ശേഷം 17 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. കൂടാതെ 40ഓളം മറ്റ് ബ്രിട്ടീഷ് ആളുകളെ ഈ കാലഘട്ടത്തിൽ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. പുതിയതും പഴയതുമായ ഒരുപാട് കല്ലറകൾ ഇവിടെ കാണാൻ പറ്റി. ഏറ്റവും മുകൾ വശത്തേക്ക് ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എലേനർ ഇസബെല്ലയുടെ കല്ലറ തേടിയുള്ള യാത്രയാണ്. തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒട്ടുമിക്ക കല്ലറകളും പഴമ നിറഞ്ഞതാണ്. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആകാംക്ഷ ഞങ്ങളിൽ ഉണർന്നുകൊണ്ടേയിരുന്നു. അവസാനം ബിജി അത് കണ്ടുപിടിച്ചു. ഇതാണ് എലേനർ ഇസബെല്ലയുടെ കല്ലറ. ഒരു കുരിശ് തകർന്ന് താഴെ വീണ് കിടക്കുകയാണ്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ വ്യക്തമല്ല. പേര് കാണാൻ പറ്റുന്നുണ്ടോ? വിജിയോട് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. അദ്ദേഹം നോക്കി. അതെ, ഇത് തന്നെ എലേനർ ഇസബെല്ലയുടെ കല്ലറ. ഒരു കുരിശ് താഴെ വീണ് കിടപ്പുണ്ട്. ഇതെങ്ങനെ താഴോട്ട് പോയെന്നറിയില്ല. വിവാഹിതരായ ഹെൻറിയും എലേനറും പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്ന് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന CSI പള്ളിയുടെ കുന്നിൻ മുകളിലെത്തി. പ്രകൃതി ഭംഗിയാൽ ആകൃഷ്ടയായ എലേനർ ഹെൻറിയോട് പറഞ്ഞു, "ദിസ് ഈസ് ദ ഹെവൻ ഓഫ് എർത്ത്. ഇഫ് ഐ ഡൈ ബറി മീ ഹിയർ." ഇത് തീർച്ചയായും ഭൂമിയിലെ സ്വർഗമാണ്. ഞാൻ മരിച്ചാൽ എന്നെ ഇവിടം അടക്കം ചെയ്യണം. വാക്കുകൾ അറം പറ്റിയ പോലെ വിവാഹശേഷമുള്ള ആദ്യ ക്രിസ്മസിന് കാത്തു നിൽക്കാതെ ഡിസംബർ മാസം 23-ാം തീയതി കോളറ ബാധിച്ച് എലേനർ മരണപ്പെട്ടു.
ഏതായാലും ഈ കല്ലറ കണ്ട ശേഷം ഞങ്ങൾ താഴോട്ട് തിരിക്കാൻ തീരുമാനിച്ചു. ഈ ദേവാലയം ഇവിടെ വരാൻ കാരണമായ എലേനർ ഇസബെല്ലയുടെ കല്ലറയ്ക്ക് 126 വർഷങ്ങളോളം പഴക്കമുണ്ട്. വാക്കുപാലിച്ച ഹെൻറി എലേനറിനെ പറഞ്ഞ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത വില കൂടിയ മാർബിളാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. എലേനറുടെ അടക്കിന് ശേഷം ഈ കുന്നിൻ മുകളിൽ 40ഓളം ആളുകളെ അടക്കം ചെയ്തു. ഇതിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരായിരുന്നു. തുടർന്ന് ഈ കുന്നിൻ ചെരിവ് സെമിത്തേരിയായി ആശീർവദിക്കപ്പെട്ടു. ദേവാലയം പണിയുന്നതിന് മുമ്പ് സെമിത്തേരിയായി ആശീർവദിക്കപ്പെട്ട സ്ഥലം എന്ന പ്രത്യേകത കൂടി ഈ പ്രദേശത്തിനുണ്ട്. മെയ് എന്ന ഓമനപ്പേരുള്ള എലേനറിനെ അടക്കം ചെയ്ത കുരിശിൻ മുകളിൽ അവളുടെ ആഗ്രഹപ്രകാരം അവളുടെ ഓമന പേരായ മെയ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ആയിരത്തി 1911 പണി കഴിപ്പിച്ച ദേവാലയം മൂന്നാറിൻ്റെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ഒന്നാണ്. ഇത് ഇപ്പോൾ CSI സഭയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമാകാൻ കാരണമായിട്ടുള്ളത് ഒരു പ്രണയ സാഫല്യത്തിലൂടെയാണ്. ദേവാലയത്തെ കുറിച്ച് വിശദമായി പരിചയപ്പെടാം. 1910 ബ്രിട്ടീഷുകാർ നിർമ്മാണം തുടങ്ങിയതാണ് ദേവാലയം. നീണ്ട ഒരു വർഷത്തെ പ്രയത്നത്തിന് ശേഷം ദേവാലയം പൂർത്തീകരിക്കുകയും റവറൻറ്റ് WF ഹോയ്സ്റ്റഡ് വിശ്വാസികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. 1981 ബ്രിട്ടീഷുകാർ മൂന്നാർ വിട്ടിറങ്ങിയപ്പോൾ അവർ പള്ളിയുടെ ചുമതല CSI നോർത്ത് കേരള സഭയ്ക്ക് കൈമാറി. ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലത്ത് സന്ദർശനത്തിനായി ധാരാളം വിദേശികൾ എത്താറുണ്ട്. ബ്രിട്ടനിൽ നിന്നുള്ള ചെറുപ്പക്കാർ തങ്ങളുടെ പൂർവികർ മുമ്പ് മൂന്നാറിൽ താമസിച്ചിരുന്ന രേഖകളടക്കം കൊണ്ടുവന്ന് വിശദാംശങ്ങൾ അന്വേഷിക്കാറുണ്ട്. യൂറോപ്യൻ ശൈലിയിൽ പൂർത്തീകരിച്ച ഈ ദേവാലയം ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖ തോട്ടം ഉടമകളുടെ പേര് ലേഖനം ചെയ്ത ഫലകങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 1924 വെള്ളപ്പൊക്കത്തിൽ ഈ പ്രദേശം ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു. സ്റ്റെയിൻ ഗ്ലാസുകളിൽ ബൈബിൾ കഥാപാത്രങ്ങളെ വരച്ച് വെച്ചിരിക്കുന്ന പേരുകേട്ട ഒരു ദേവാലയം കൂടിയാണിത്. പഴയ ഇരിപ്പിടങ്ങളും പിയാനോയും ബൈബിളും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വിദേശികളിലൂടെ നമുക്ക് വിദേശ ഭരണം ഓർമ്മിക്കപ്പെടുന്നു. പുരാതനമായ ഈ പള്ളിയും സെമിത്തേരിയും വേണ്ട രീതിയിൽ സംരക്ഷിച്ചു പോകുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സർക്കാർ ഇത് ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ ഈ ഒരു പുരാണ സംസ്കാരം അല്ലെങ്കിൽ ഒരു നിർമ്മിതി നമുക്ക് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകാൻ സാധിക്കുന്നതാണ്.